തമിഴ്നാട്ടിലെ 2 വ്യത്യസ്ത വാഹന അപകടങ്ങളിലായി 9 മരണം. കൽപ്പാക്കത്ത് കാർ മരത്തിലിടിച്ചും മധുരാന്തകത്ത് കാറും ലോറിയും കൂട്ടിയിടിച്ചുമാണ് അപകടമുണ്ടായത്. മനേഷ് മൂർത്തിയുണ്ട് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. മനേഷ്, ഈ അപകടം എത്രത്തോളം ഗുരുതരമാണ്? അതോടൊപ്പം തന്നെ മലയാളികൾ ആരെങ്കിലും ഉണ്ടോ ഈ അപകടത്തിൽ പെട്ടവരിൽ? ഗോപികൃഷ്ണൻ, മലയാളികളില്ല. ആദ്യ അപകടം നടക്കുന്നത് പറഞ്ഞ കൽപ്പാക്കത്താണ്. കൽപ്പാക്കം വയലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യ അപകടം നടക്കുന്നത്. ഇന്നലെ രാത്രിയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ പുതുച്ചേരി കണ്ട് പുതുച്ചേരിയിൽ പോയി തിരിച്ചു വരികയായിരുന്ന യുവാക്കൾ സഞ്ചരിച്ച വാഹനമാണ്, കാറാണ് അപകടത്തിൽപ്പെട്ടത്. 5 പേർ ആണ് ആ കാറിൽ ഉണ്ടായിരുന്നത്. അത് ഈ വയലൂരിലെത്തിയപ്പോൾ, അത് ECR റോഡാണ്, പുതുച്ചേരി ചെന്നൈ റോഡാണ്. ആ റോഡിൽ വയലൂരിലെത്തിയപ്പോൾ അവിടെ വെച്ച് ഒരു പശു കുറുകെ ചാടുകയും അതോടെ നിയന്ത്രണം വിട്ട കാറ് മരത്തിലിടിക്കുകയുമായിരുന്നു. അപകടത്തിൽ കാറ് പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട്. 3 പേർ സംഭവ സ്ഥലത്തും 2 പേർ ആശുപത്രിയിലാണ് മരിച്ചത്. ഇവർ എല്ലാവരും തന്നെ ചെന്നൈയിലെ വടപഴനി സ്വദേശികളാണ്. യുവരാജ്, മാതേഷ്, വിഘ്നേഷ്, രാജേഷ്, ഏഴുമല എന്നിവരാണ് ആ ഒരു അപകടത്തിൽ മരിച്ചത്. മറ്റൊരു അപകടം ഉണ്ടാകുന്നത് ഇന്ന് പുലർച്ചയ്ക്കാണ്. അത് മധുരാന്തകത്താണ്. ഇത് രണ്ടും ചെങ്കൽപ്പേട്ട് ജില്ലയിൽ തന്നെയാണ് ഈ 2 അപകടങ്ങളും നടന്നിരിക്കുന്നത്. മധുരാന്തകത്തുണ്ടായ അപകടത്തിൽ മരിച്ചത് കടലൂർ സ്വദേശികളാണ്. ഒരു അമ്മയും മക്കളുമാണ് മരിച്ചിട്ടുള്ളത്. അത് കടലൂർ സ്വദേശിയായിട്ടുള്ള അബ്ദുളിൻ്റെ ഭാര്യ സൈഫുനിസ, മക്കളായ അക്ബർ, വിശാൽ, ഫൈസൽ എന്നിവരാണ് മരിച്ചത്. ഇവർ അബ്ദുൾ വിദേശത്തേക്ക് പോകുകയായിരുന്നു. വിദേശത്തേക്ക് കൊണ്ടുപോകാനായി എയർപോർട്ടിൽ വിട്ട് തിരികെ പോകുമ്പോഴാണ് മധുരാന്തകത്ത് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പുറകിലേക്ക് കാറടിച്ച് കയറുകയായിരുന്നു. ഇവരുടെ ഡ്രൈവറായിട്ടുള്ള ശരവണൻ ഗുരുതര പരിക്കുകളോടെ ചെങ്കൽപ്പേട്ട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലുമുണ്ട്. എന്തായാലും 2 അപകടങ്ങൾ, രണ്ടും നടന്നത് ചെങ്കൽപ്പേട്ട് ജില്ലയിൽ തന്നെയാണ്. 2 അപകടങ്ങളിലായി 9 മരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. മാത്രമല്ല ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലുമുണ്ട്. ഗോപികൃഷ്ണൻ. ശരി, മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്.